സംസ്ഥാനത്ത് ഇന്ന് 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. 7 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. നാളെയും മറ്റന്നാളും വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അഭിജിത്ത് ജെയിൻ ചേരുന്നുണ്ട്. അഭിജിത്ത്, നിലവിൽ തിരുവനന്തപുരത്ത് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു. എന്നാലും മഴയുടെ ഒരു സാഹചര്യം എങ്ങനെയാണ്? ശക്തമായ മഴ പെയ്യുന്നുണ്ടോ? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും വലിയ രീതിയിലൊരു മഴ തിരുവനന്തപുരത്ത് പല മേഖലകളിലും ഉണ്ടായിരുന്നു. ഇന്നും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴ ലഭിക്കുന്നുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. അവളെ തീർച്ചയായും തിരുവനന്തപുരത്ത് മഴ മുന്നറിയിപ്പില്ലെങ്കിൽ പോലും ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ ശക്തമായ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് മഴയെ കരുതിയിരിക്കണമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പത്തനംതിട്ടയിലും ഇടുക്കിയിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പോൾ അതിശക്തമായിട്ടുള്ള മഴ ഈ 2 ജില്ലകളിലും കിട്ടുമെന്നുള്ള കാര്യം കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുകയുമാണ്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, അതോടൊപ്പം കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇത്രയും ജില്ലകളിൽ യെല്ലോ അലർട്ട് കൂടിയുണ്ട്. 24 മണിക്കൂറിൽ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിന് കൂടി സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണ്. മലയോര മേഖലകളിലടക്കം ശക്തമായ മഴ കിട്ടുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉയർന്ന തിരമാല ജാഗ്രതാ മുന്നറിയിപ്പടക്കം നൽകിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ തീരദേശ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ജാഗ്രതാ നിർദ്ദേശം കൂടി തുടരുന്നൊരു പശ്ചാത്തലമാണ് നിലവിലുള്ളത്. കേരള തീരത്ത് ഉയർന്ന തിരമാലകൾ വീശിയടിച്ചേക്കാൻ സാധ്യതയുള്ളതിനാൽ തന്നെ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ ജാഗ്രത പുലർത്തണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വരുന്ന ദിവസങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്നുള്ളതാണ് അറിയിപ്പായി നൽകുകയും ചെയ്തിട്ടുള്ളത്. തിരുവനന്തപുരത്ത് നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ തന്നെ ഇപ്പോഴും ചെറിയ തോതിൽ മഴ പെയ്യുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. ഇടവിട്ട് മഴ പെയ്യുകയാണ്. പക്ഷേ മഴ കനത്തിട്ടൊന്നുമില്ല. ഒരു പക്ഷേ വരും മണിക്കൂറിൽ അങ്ങനെ കനക്കാനുള്ള ഒരു സാധ്യത പൂർണ്ണമായി തള്ളിക്കളയാനും കഴിയില്ല. വരും ദിവസങ്ങളിൽ മഴ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യം പരിശോധിക്കുമ്പോൾ നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നത്. അടുത്ത 3 മുതൽ 4 ദിവസം വരെ സംസ്ഥാനത്ത് ശക്തമായ കാറ്റും മഴയും ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ അതിതീവ്ര മഴ അടുത്ത ദിവസങ്ങളിൽ പെയ്യാനുള്ള സാധ്യത കൂടിയുണ്ട്. കടലോര മേഖല സംബന്ധിച്ചുള്ള കാര്യമാണെങ്കിൽ ഞാൻ നേരത്തെ പങ്കുവച്ചതുപോലെ തന്നെ കേരള തീരത്ത് കടൽ പ്രക്ഷുബ്ധമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ ഒരു പശ്ചാത്തലത്തിൽ മത്സ്യത്തൊഴിലാളികൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശം തുടരുകയുമാണ്. രാത്രികാലത്ത് കഴിവതും മലയോര മേഖലകളിലേക്കുള്ള രാത്രിയാത്ര അടക്കം ഒഴിവാക്കണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം പലയിടങ്ങളിലും ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ ഭീഷണിയൊക്കെയുള്ള ഇടങ്ങളിൽ രാത്രിയാത്ര ഒട്ടും ആശ്വാസകരമായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളും മുന്നറിയിപ്പുകളും കൃത്യമായി പാലിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പത്തനംതിട്ടയിലും ഇടുക്കിയിലുമാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 24 മണിക്കൂറിൽ 204 മില്ലിമീറ്ററിന് പുറത്ത് മഴ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. മറ്റുള്ള യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ജില്ലകളിൽ ഓറഞ്ച് അലർട്ടിന് സമാനമായിട്ടുള്ള രീതിയിലുള്ള ജാഗ്രത പ്രേക്ഷകർ തുടരണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ ജില്ലകളിൽ അതിശക്തമായ മഴ ഒരു പക്ഷേ കിട്ടിയേക്കാനുള്ള സാധ്യതയുണ്ട്. അത് പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയില്ല. ഇപ്പോൾ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യത മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളതെങ്കിലും ജാഗ്രത വേണമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട സ്ഥിതിവിശേഷം. തിരുവനന്തപുരത്തും കൊല്ലത്തും തൃശ്ശൂരും പാലക്കാടും മലപ്പുറത്തും നിലവിൽ മഴ മുന്നറിയിപ്പില്ല. ഒരുപക്ഷെ അടുത്ത 3 മണിക്കൂറിലെ മഴ സാഹചര്യം നൗകാസ്റ്റ് ബുള്ളറ്റിൻ പുറപ്പെടുവിക്കുമ്പോൾ അതിൽ ഒരു മാറ്റം നമ്മൾ പ്രതീക്ഷിക്കുകയുമാണ്. ശരി, അഭിജിത്താണ് തിരുവനന്തപുരത്തെ വിവരങ്ങൾ നൽകി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.